വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് വിവരങ്ങൾ ചോർത്തിയ സംഘത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ. മലപ്പുറം കെട്ടപ്പുറം സ്വദേശി ടി.പി. റിയാസാണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിലെത്തിയ ഗുജറാത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം റിയാസിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ കൂടാതെ വിവിധയിടങ്ങളിൽ നിന്നായി വേറെ 8 പേരെയും സമാന കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിയാസ് പി.ടിയെ ഗുജറാത്ത് ദാമൻ ദിയുവിൽ നിന്നെത്തിയ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കേരള പോലീസിനെ പോലും അറിയിക്കാതെ രഹസ്യമായുള്ള നീക്കത്തിലൂടെയായിരുന്നു അറസ്റ്റ്. വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് വിവരങ്ങൾ ചോർത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് റിയാസ് എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിക്കെതിരെ 336, 308, 111 തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിപരമായ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി, വ്യക്തികളെ ക്രിമിനൽ കുറ്റത്തിന് പ്രേരിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. റിയാസ് നിലവിൽ റിമാൻഡിലാണ്. പ്രദേശത്തെ സജീവ CPM പ്രവർത്തകനാണ് റിയാസ് പി.ടി. ക്രിമിനൽ കുറ്റത്തിന് റിയാസ് അറസ്റ്റിലായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. കേസ് NIA ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ജനം, കോഴിക്കോട്.